ഹലോ ബാബുസ്വാമി, ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, അങ്ങ് വൈറലാണ്. എന്തുവാണ് ഈ അത്ഭുതം? നമുക്കൂടെ ഒന്ന് പറഞ്ഞു തന്നെ നമ്മളും 10 കാശുണ്ടാക്കി പോയെന്ന്. അങ്ങയോടും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കളോടും നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം പ്രകൃതി ശക്തിയുടെ ഒരു കളിയാണ്. എത്ര കാലമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ട്? സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത്, കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ബാബുസ്വാമി അറിയാം. ആ ഒരു പ്രശസ്തി ഉണ്ടല്ലോ, അത് കിട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ചണ്ടാള ജയന്തി എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ ചണ്ടാള ബാബ നമ്മളെ അതിഥിയായി ക്ഷണിച്ചിരുന്നു. അതെ, ആ ക്ഷണത്തിൽ സ്വീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സാധ്യത. ഈ നാഗസേരന്ദ്രയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഒന്നിച്ചല്ലേ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്? നിങ്ങൾ നാഗസേരന്ദ്രയായിട്ട് ഒന്നിച്ച് ഡാൻസ് ഒക്കെ ചെയ്തു? അതൊരു ചെറുതായിട്ടുള്ളൊരു ഡാൻസ്, അത്രേ ഉള്ളൂ. അല്ല, നൃത്തം ഇതിനൊരു നല്ല മാർഗമാണോ എന്ന് ചോദിക്കുക ആൾക്കാരെ പിടിക്കാൻ. നമുക്ക് അങ്ങനെയല്ല, ഇത് ആനന്ദ നൃത്തമാണ് നമ്മൾ കഴിഞ്ഞത്. മനസ്സിന്റെ ആനന്ദ നൃത്തമാണ് നമ്മൾ ചെയ്തത്. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഉദ്ദേശിക്കുന്നതല്ലല്ലോ മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അല്ല, ഇത് ഈ പ്രേക്ഷകരിൽ നിന്ന് നമ്മുടെ ഈ പോരാളികൾ വരെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അവരെ ആക്രമിച്ചൊന്നുമില്ലേ? തീർച്ചയായും അവര് പല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടോ, പക്ഷെ അതൊന്നും നമുക്ക് അക്രമമായി തോന്നിയില്ല. ഇതെല്ലാം ഞാൻ ആസ്വദിക്കായിരുന്നു. പക്ഷേ ആ ശുചീകരണ തൊഴിലാളിയാണല്ലോ. അതെ അതെ. ആ ജോലി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്, കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രശസ്തനായി, ഒരു താരപരിവേഷമൊക്കെ ആയി. അപ്പൊ ഈ ശുചീകരണത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴേ ആളുകൾ ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കുന്നത് സാധാരണ? എന്താ സ്വാമി, നിങ്ങളുടെ ഫോണ് തുറക്കാൻ വയ്യില്ലല്ലോ സ്വാമിയെ കൊണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം. ഓക്കെ, അതിന് വല്ല റവന്യൂ വല്ലതും കിട്ടുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ നിന്ന്? സാധാരണ യൂട്യൂബിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വന്നാലും അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അറിയാത്തതുകൊണ്ട്. അയ്യോ, അങ്ങ് ഇങ്ങനെ പൈസ കിട്ടാതെ പോകുന്ന പറഞ്ഞപ്പോൾ എനിക്ക് നടുക്കമായി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്താ അറിയാം, സ്വാമിയോട് ചോദിക്കുന്നത്, സ്വാമി ഈ ശുചീകരണ തൊഴിലാളി എന്നുള്ള ആ പദവിയിൽ നിന്ന് ഈ സോഷ്യൽ മീഡിയയിലേക്ക് നിരന്തരം കയറേണ്ട സമയമായി. കാരണം എന്താണെന്നറിയോ, അങ്ങയുടെ ഈ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ളവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അറിഞ്ഞോ അത്? അങ്ങനെ എൻ്റെ ഓഫീസിലും, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലും എല്ലാവരും പറയുന്നുണ്ട്, സ്വാമി അങ്ങേ വെച്ച് ഒരുപാട് കാശുണ്ടാക്കണ്ടല്ലോ എല്ലാവരും എന്നാണ്. പക്ഷെ നമ്മൾക്കറിയില്ലായിരുന്നു അത്. അയ്യോ, അത് ചെറിയ എമൗണ്ട് അല്ല. അത് ചിലപ്പോൾ ഈ ഇരിക്കുന്ന മനുഷ്യൻ നാളെ കോടീശ്വരനാവും. അങ്ങ് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തുടങ്ങണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, കോടികളുണ്ടാവട്ടെ. അപ്പോൾ താങ്കളാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഹിറ്റാക്കിയതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ എന്തായിരുന്നു അതിന്റെ പരിപാടി? ബാബുസ്വാമി നമ്മളും ഡിസംബർ 4 മഹാചണ്ടാള ജയന്തി വർഷങ്ങളായിട്ട് കാണുന്നവരാണ്. ബാബുസ്വാമി ആദ്യം തൊട്ടിട്ടേ നമ്മുടെ പ്രോഗ്രാമിനുണ്ട്. നിങ്ങളുടെ വീടൊക്കെ അടുത്താണോ? അല്ല, ബാബുസ്വാമി ചിറ്റൂരാണ്. നമ്മളെ സ്വദേശം ഏലംകുളാണെങ്കിലും ഇപ്പൊ നമ്മള് ഈ തൃശ്ശൂരായിട്ടാണ്. എവിടെയായിട്ട് വരും അത്? ശരിക്കും എന്റെ ആശ്രമം അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി. ശരി. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പ്രവർത്തനം. അല്ല, ഈ ബാബുസ്വാമി ഈ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഒരുപാട് പ്രേക്ഷകർ ഹിറ്റുകൾ ഒരു 550K ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടെ വഴി കാശ് വരും എന്നുള്ളത് അറിയാതെ പോയെന്താ അത്? അദ്ദേഹത്തെ നമ്മളിപ്പോ അടുത്ത് കണ്ടപ്പോൾ പറഞ്ഞു, ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഗാനമേളക്കാരൊക്കെ വിളിക്കുന്നുണ്ടേ. അപ്പൊ നമ്മൾ ചോദിച്ചു, ബാബുസ്വാമി ജോലി കഴിഞ്ഞിട്ടല്ലേ പോണേ, എന്തെങ്കിലും തടയോ? അപ്പൊ ബാബുസ്വാമി ഇല്ല. അപ്പൊ പറഞ്ഞു, അപ്പൊ ബാബുസ്വാമി ഇങ്ങോട്ട് ചോദിച്ചു, ബാബുസ്വാമിയോ ഭജനയും അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ സ്വാമിമാര്. അപ്പൊ ബാബുസ്വാമി പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും പൈസ വാങ്ങുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ബാബുസ്വാമി റേറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ ബാബുസ്വാമിക്ക് ജീവിക്കാൻ ബാബുസ്വാമിക്ക് ഒരു ഉപജീവന മാർഗ്ഗം ഉണ്ട്. പക്ഷെ ബാബുസ്വാമിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ബാബുസ്വാമി ഇപ്പൊ ഈ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പോകുന്നൊരു 1000 രൂപയിൽ വാങ്ങിയിട്ട് അനാഥർക്കോ അല്ലെങ്കിൽ നിരാലംബർക്കോ. പൊതുവേ സ്വാമിയുടെ ഒരു പ്രകടനം എങ്ങനെയുണ്ട്? ബാബുസ്വാമി സത്യത്തിൽ നൃത്തം കളിച്ചു എന്നുള്ളത് സത്യം നാഗപ്പ പറയുമ്പോഴാണ് നമ്മൾ അറിയണേ. ബാബുസ്വാമിയോട് പോയി എന്നുള്ള അറിയാൻ വീഡിയോ ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നാഗ അടുത്തിരുന്നിട്ട് ബാബുസ്വാമി നന്നായി നൃത്തം കളിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണോ എന്നുള്ള ആഗ്രഹം. അപ്പോഴാണ് നാഗ എന്ന് പറഞ്ഞത്. ആ ടൂണ് ഇപ്പൊ എല്ലാ വൈറലായ ആ ടൂണിൽ അത് അത് അപ്പോഴത്തെ മൂളല്ല. ഇന്നസെന്റ് ചേട്ടന്റെ ഒരു രീതിയുണ്ട്. അപ്പോഴവര് സ്വാമിജിയുടെ വായിന്ന് കേൾക്കാൻ പറ്റുമോ? സുന്ദരനാണ് അങ്ങ്, അത് പിന്നെ പറയണോ? എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ബാബുസ്വാമി നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. സുന്ദരമായ ദിനങ്ങളായിരുന്നു. നല്ല നൃത്തം ചെയ്യും ബാബുസ്വാമി. ആണോ? അത് സൂപ്പറായി. ഓക്കെ, അത് ഗംഭീരമായി. ഈ ഒരൊറ്റ മൂളൽ കൊണ്ട് ചിലപ്പം 100K വരും അല്ലേ? ഇനിയോട് ഈ കാലം കേടെ കാലം അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.